ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു താറാവ് റോസ്റ്റാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, അപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ താറാവ് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും വിനീഗറൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇതേ വലുപ്പത്തിൽ 2-3 പീസ് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പച്ചമുളകൊന്ന് നടുകെ പിളർന്നെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് കേട്ടോ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാരണ മുളക് പൊടിയാണെന്ന് വെച്ചെങ്കിൽ അളവൊന്ന് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് എടുത്താൽ മതി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാത്രം കഴുകിയെടുത്ത ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം തണുത്തിട്ട് നമ്മളിപ്പോൾ കുക്കർ തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടു, നമ്മുടെ താറാവ് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് ചെറുതായിട്ട് നിറം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ 2 സവോള നീളത്തിൽ എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് സവോളയൊക്കെ ഒരു ലൈറ്റായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ചെറിയ തക്കാളി വെച്ചെങ്കിൽ 2 എടുക്കാം. പിന്നെ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിക്ക് നല്ലോണം വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ഇതിൽ യോജിച്ച് വരണം. അപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം കേട്ടോ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നാടൻ വിഭവമായതുകൊണ്ട് കരിവേപ്പിലേക്ക് എത്ര ചേർത്ത് കൊടുത്താലും അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള താറാവിറച്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളി മസാലയൊക്കെ നമ്മുടെ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അത്യാവശ്യം കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു റോസ്റ്റ് പാകത്തിനാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്, ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പം നമ്മുടെ കറിയുടെ ഗ്രേവി ഒക്കെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ക്രിസ്തുമസൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമസിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.